നമ്മുടെ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമെന്ന നിലക്ക് തന്നെയാണ് ഇതേവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അതീവ നിർഭാഗ്യകരമായ സമീപനം നമ്മളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവത്തിലുള്ളത്. തികഞ്ഞ അവഗണനയ്ക്ക് സംസ്ഥാനം ഇരയാവുകയാണ്. സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന നേരത്തെയും LDF ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചതാണ്. അതൊന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കലും ആ കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് വിശദീകരിക്കലുമാണ് ഈ ജാഥയിൽ ഒരു ഭാഗം ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, കേരളീയർക്ക് പ്രത്യേകിച്ചും കൃത്യമായി ബോധ്യമാകുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം വന്നു കഴിഞ്ഞു. അതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്തെല്ലാമായാലും ചില്ലറ ആശ്വാസങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കേരളത്തിൽ പലരും കരുതിയിരുന്നു. കാരണം ഇതേവരെ കാണിച്ചുകൊണ്ടിരുന്ന അവഗണനയ്ക്ക് ഈ ബജറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നാണ് ചിലരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അതിന് അവരുടേതായ ന്യായങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരെ അടക്കം നിരാശപ്പെടുത്തുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് വന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ആ ബജറ്റിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെ ഇല്ല എന്ന് പറയാം. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനമാണല്ലോ. നമ്മൾ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്തവരാണ് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനും അഭിപ്രായമില്ലാലും ബജറ്റിൻ്റെ തലേ ദിവസം കേന്ദ്ര ധനകാര്യ വകുപ്പ് തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു എക്കണോമിക് സർവേ ഉണ്ട്. ആ എക്കണോമിക് സർവേയിൽ ധാരാളം പരാമർശിക്കപ്പെട്ട പേരാണ് കേരളം. വിവിധയിടങ്ങളിൽ. എന്തിൻ്റെ പേരിൽ? നേട്ടങ്ങളുടെ പേരിൽ. ആ നേട്ടങ്ങൾ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നു. പക്ഷേ അത്തരം നേട്ടങ്ങളെല്ലാം എക്കണോമിക് സർവേയിൽ പരാമർശിച്ചെങ്കിലും ബജറ്റിൽ കേരളം എന്ന പേരേ വരുന്നില്ല.